വേറെ ആരും ഇല്ലാണ്ടാണോ ഇവനെ തന്നെ ബിരിയാണി വെക്കാൻ വിളിച്ചേ? അതെന്താ അങ്ങനെ? എൻ്റെ പപ്പ ഒന്നാം തരം ഷെഫായിരുന്നു, നിങ്ങൾക്കറിയണ്ട. അങ്ങനെ ഒന്നും കളിയാക്കിയിട്ട് കാര്യമില്ല അബികി. ഇവനെ ഒന്നാം തരം ഷെഫാ. ഒരു കണക്കിന് പറഞ്ഞ അവൻ്റെ പപ്പയെക്കാളും ഒരു മന്ത് തന്നെ എത്ര പാരേജിൽ അവരെ വിളിക്കുന്നത്. അന്ന് നിനക്ക് ഓർമ്മണ്ട, ഒരു സെലിബ്രിറ്റീൻ്റെ മാരേജ് ഫംഗ്ഷന് പെട്ടെന്ന് ഒരാളെ സംഘടിപ്പിച്ചപ്പോൾ എന്നെ തന്നെ വിളിച്ച്. അതിനുശേഷം എനിക്ക് ഭയങ്കര ലക്ക, എന്താണെന്നറിയില്ല, എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഫുഡ് കിട്ടില്ലാണെന്ന് പറഞ്ഞത്രേ. അല്ല ക്രിസ്റ്റി, നിനക്ക് ഈ കല്യാണമൊന്നും കഴിക്കണ്ടേ? നീ ഇങ്ങനെ കണ്ടവരുടെ കല്യാണത്തിനൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നുണ്ടല്ലോ, നിന്റെ കല്യാണത്തിനും നിനക്ക് വെക്കണ്ടേ? കല്യാണം കഴിക്കാൻ പെണ്ണ് വേണ്ടേ? പെണ്ണ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്പാർക്ക് അടിക്കണ്ടേ? എനിക്ക് സ്പാർക്ക് അടിക്കണമെങ്കിൽ ഞാനിതിൽ പെണ്ണിനെ വായി നോക്കണ്ടേ? വായി നോക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കഴിവ് എനിക്ക് വേണ്ടേ? കഴിവ് വേണമെന്നുണ്ടെങ്കിൽ അറിയില്ല, പെണ്ണില്ല, കിടക്കൊഴിയുമില്ല, വേണമെന്നുമില്ല. നീ ഇങ്ങനെ പറഞ്ഞിരിക്കത്തേ ഉള്ളൂ, ബാക്കി എല്ലാവരും കെട്ടി 2 പിള്ളേരായി ജീവിക്കും. അന്നേ, ഞാനിനി എന്താ ചെയ്യാ? ഈ കിച്ചണിൽ എന്താ പരിചയമില്ലാത്തൊരു ശബ്ദം? നിന്റെ ഇഷ്ടം പോലെ നിനക്ക് എന്താ വെച്ച് ചെയ്യാം, പക്ഷേ വീട്ടുകാരൊന്ന് വേദനിപ്പിക്കരുത്, എനിക്ക് അത്ര പറയാനുള്ളൂ. പിന്നെ എന്ത് കാര്യത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ ആരുടെ അത്? ഇവിടെ എന്താ കാര്യം? സോറി. എന്താ മോനെ കിളി പോയ പോലെ? ആ അന്നേനെ ഇഷ്ടായോ? എടാ, ഈ വികാരങ്ങളൊന്നും ഇല്ലാത്ത ആൾക്ക് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ വികാരം പൊട്ടിമുളക്കും എന്ന് പറയുന്നത് കേൾക്കാറുണ്ടോ? കേൾക്കാറില്ലെങ്കിൽ ഇതെൻ്റെ വാക്കാ. വന്നു, അവളെ കണ്ടപ്പോൾ എനിക്കത് വന്നു. എന്ത് ഭംഗിയാ കാണാൻ. എടാ, എനിക്ക് അവളെ വേണം, ആദ്യമായിട്ട് തോന്നിയതാ. ഒന്ന് എനിക്ക് തരാൻ പറ. അന്നയോടാണോ അതോ ലൂണയോടാണോ? അന്നയല്ല, ആ കൂട്ടത്തിലുള്ള കൊച്ച്, എന്നോട് സോറി പറഞ്ഞ കൊച്ച്. അവളുടെ പേര് ലൂണ എന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഈ വികാരം ഇല്ലാത്ത ആൾക്കാർക്ക് വികാരം പൊട്ടിമുളക്കുന്നതും സ്പാർക്ക് അടിക്കുന്നതൊക്കെ ഒരിക്കലും കിട്ടാത്തവരോടായിരിക്കും. അതെനിക്ക് നിന്റെ കാര്യത്തിൽ മനസ്സിലായി. നീ എന്താ അങ്ങനെ പറഞ്ഞേ? നീ അങ്ങനെ പറഞ്ഞതിൻ്റെ കുട്ടൻസ് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. എന്താ പ്രശ്നം? പിന്നെ ആരുടെ കല്യാണത്തിന് ബിരിയാണി വെക്കാനാ വന്നേ? എൻ്റെ പൊന്നു ചക്ക, നമ്മളിവിടെ വന്നത് ലൂണയുടെ കല്യാണത്തിന് ബിരിയാണി വെക്കാനാ. അതാണ് കല്യാണ പെണ്ണ്. അവളെ തന്നെ നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരാശ, ഒരു മോഹം, ഒരിഷ്ടം തോന്നിയ ഒരേ ഒരു പെണ്ണ്. പക്ഷെ ഇന്ന് മറ്റൊരാളുടെ തവം പോവാണോ? പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ വിധി എൻ്റെ തലയിലെ ആരുടെ പേരും എഴുതിയിട്ട് ഉണ്ടാവില്ല. നീ ഒരു കാര്യം ചെയ്യും, അവളെ അങ്ങ് കൊണ്ടുപോയി ഒളിച്ചോടിപ്പോകും. അതാവുമ്പോൾ പിന്നെ നാളെ തൊട്ട് പത്രത്തിലൊക്കെ വരും, ബിരിയാണി വെക്കാൻ വന്ന പയ്യൻ കല്യാണ പെണ്ണുമായിട്ട് ഒളിച്ചോടിപ്പോയിരുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ പത്രക്കാർ വരും, അതാരാ അത്രയും നാണമില്ലാത്ത പയ്യനൊന്ന് നോക്കിയിട്ട്. എന്നിട്ട് മീഡിയക്കാരെ മുന്നിൽ ഇട്ടിട്ട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളങ്ങ് ഫേമസ് ആക്കി വിടും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ, ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചാൽ പിന്നെ ഫുള്ള് ഫേമസ് ആണല്ലോ. മീഡിയക്കാരുടെ ഒക്കെ ഒരു കഴിവേ. ആദ്യം എനിക്കറിയണം, ആ കൊച്ചിൻ്റെ താല്പര്യത്തോടാണോ ഈ കല്യാണം നടത്തുന്നതെന്ന്. അല്ലെങ്കിൽ ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. ഇനി എന്നോട് താല്പര്യമില്ലെങ്കിൽ ഞാൻ അവിടെ ഇട്ടേച്ചും വരും. പിന്നെ കൊച്ചിൻ്റെ സംസാരത്തിൽ എനിക്ക് എന്തോ ഒരു വശപ്പശപ്പൊക്കെ തിരിഞ്ഞുണ്ടായിരുന്നു. എന്തായാലും ഗോൾ അടിക്കാൻ പറ്റുമെന്ന് ഗോൾ അടിച്ചു നോക്കട്ടെ. പതിയെ ഒന്ന് റൂമിൽ പോയി നോക്കാം. എടാ, പിന്നെ മീഡിയക്കാരുടെ തിരക്കായിരിക്കും. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ അവളെ കൊണ്ട് ഒളിച്ചോടി പോവുകയാണെങ്കിൽ പോയിരിക്കും. എൻ്റെ പപ്പ എൻ്റെ മമ്മയും കൂടെ ഇതുപോലെ ബിരിയാണി വെച്ചിട്ട് ഒളിച്ചോടി പോയില്ലേ, അതുപോലെ ഞാൻ ഒളിച്ചോടി പോകുന്നു. പക്ഷെ വ്യത്യാസം എന്താ വെച്ചാൽ കല്യാണ പെണ്ണായിട്ടാണെന്ന് മാത്രം. അല്ല, ഇതൊക്കെ പറഞ്ഞ് ഇത്ര എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ട് ലാസ്റ്റ് അവൾക്ക് ആ കല്യാണ ചെക്കനെ ഇഷ്ടമാണ്, അവർ പ്രേമിച്ച് കിട്ടുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓമ്പിയില്ലേ. എടാ, ആ കൊച്ചൊന്ന് ജീവിച്ച് പൊക്കോട്ടെ, നീ വെറുതെ അതിൻ്റെ തലയിൽ പോയിരിക്കണ്ട. ഓ മോനെ, ആദ്യമായിട്ട് കുറച്ച് ഫീലിങ്സ് തോന്നിയ, അപ്പം പിന്നെ തലയിൽ പോയിരിക്കാണ്ട് ഞാൻ പിന്നെ ദൂരെ പോയി കാണാനാണോ? ലൂണ, ഇത് വല്ലാത്ത ചതിയായിട്ടോ. പപ്പ അമ്മനൊക്കെ ചതിക്കുന്ന പോലെയാ. പെട്ടെന്ന് ഇങ്ങനെ അങ്ങേരുടെ കൂടെ ഒളിച്ചോടി പോവാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. നടന്നാൽ തന്നെ നീ ഒന്ന് ആലോചിക്ക്, അതുപോലെ എന്തൊക്കെ പ്രശ്നമായിരിക്കും അങ്ങേർക്കും നിനക്കൊക്കെ വരാമെന്ന്.
ഒളിച്ചോടണം മീൻസ് ഒളിച്ചോടി കെട്ടി ജീവിക്കാനൊന്നുമല്ല. ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ഒളിച്ചോടി എന്നുള്ള പേര് വരുത്തിച്ചാൽ മതി. അതാവുമ്പോൾ എൻ്റെ പപ്പയും മമ്മ പിന്നെ ചോദിച്ചൊന്നും വരത്തില്ല, എനിക്ക് അവരെ അറിയാം. പിന്നെ അവിടെ എവിടെയെത്തിയാൽ ഞാൻ പിന്നെ ഒറ്റ അങ്ങ് ജീവിച്ചോളാം, എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. എനിക്ക് ഇയാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. 100 വട്ടം ഞാൻ അപ്പനോട് പറഞ്ഞതാ, പക്ഷെ അവർക്കത് കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ലൂണ, താനിപ്പം ഫ്രീ ആണോ? ആ അതെ, ഫ്രീ ആണ്. ഒളിച്ചോടാൻ ആളെ കിട്ടിയോ? ആലോചിച്ചിരിക്കാനൊന്നും സമയമില്ല. കിട്ടിയില്ലെങ്കിൽ ഇപ്പം സ്പോട്ടിന് എൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി വരാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോ, ആ കിളവനെ കല്യാണം കഴിച്ച് ജീവിച്ചോ. എങ്കിൽ ഞാൻ വരാം. അന്ന, ഞാൻ പോട്ടെ. ഇതാ കിട്ടിയ അവസരം. ഇനി വേറെ ആളൊന്നും നീ നോക്കണ്ട. ഇവൻ്റെ കൂടെ ഞാൻ പോട്ടെ. കൊണ്ടുവന്നതൊക്കെ കൊള്ളാം. കയറി അങ്ങ് പ്രേമിച്ചേക്കരുത്, അതുപോലെ കെട്ടിയൊക്കെ ഒന്നും ചെയ്യരുത്. എവിടെയെങ്കിലും അവളൊരു നല്ല പ്ലേസിൽ ആക്കിയാൽ മാത്രം മതി. ബാക്കിയൊക്കെ അവളങ്ങ് ജീവിച്ചോളും. പിന്നെ അവൾക്ക് വേണ്ട പണം ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഇല്ല, പ്രേമിക്കില്ല. മോളെ കാണുന്നില്ല. അമ്മ, ലൂണ, നമ്മുടെ ഇവിടെ ബിരിയാണി വെക്കാൻ വന്ന ചേട്ടനില്ലേ ക്രിസ്റ്റി, അയാളുടെ കൂടെ ഒളിച്ചോടി പോയി. ബിരിയാണി വെച്ച് നടക്കുന്ന അവന്റെ കൂടെയോ? അല്ല, അവനെന്തെങ്കിലും പണിയുണ്ടോ? അല്ല, അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ കുറെ വിളിച്ചു നിന്നില്ല. പിന്നെ അവള് പറയുന്നത് അവരുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാ എന്നൊക്കെയാ. അപ്പൊ പിന്നെ ഇപ്പൊ കെട്ടിയ സീനല്ലേ, അവര് ഓൾറെഡി മാരീഡാ. നമ്മളെ പറ്റിക്കായിരുന്നു. മമ്മി, ഇനി അവരുടെ ലൈഫിലോട്ട് പോകണ്ട. അവരെന്താ വെച്ചാ ചെയ്യട്ടെ. ഇത് നടക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ രണ്ടിനെ തീർക്കാൻ പോവാം. എന്നെ ഇതുപോലെ ഒരാൾക്ക് കെട്ടിച്ചയച്ചിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? ഡിവോഴ്സ് അല്ലേ? അപ്പൊ പപ്പ ഇനി കൂടുതലൊന്നും പറയാൻ വേണ്ട, ചെയ്യാൻ വേണ്ട. അവൾ അവളുടെ പാട്ടിന് പോട്ടെ, അവളുടെ ഇഷ്ടത്തിന് പോട്ടെ. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സെലക്ഷനെ കാട്ടി ബെറ്റർ അവളുടെ സ്വന്തം സെലക്ഷൻ തന്നെയാണ്. പിന്നെ പപ്പ ഇതുവരെ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തതൊന്നും കാണാണ്ട് അവളെ പോയെന്ന് ഞാൻ പറയുന്നില്ല. അവള് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് സമ്മതമല്ലാന്ന്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കണ്ടേ ആസ് എ ഫാദർ? അതൊന്നും കേൾക്കാണ്ട് ചുമ്മാ ഇപ്പം പോയിട്ട് അവളുടെ ലൈഫിൽ കയറി കളിക്കേണ്ട പപ്പ. മതി, എല്ലാം നിർത്ത് പപ്പ. പഴയ കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഒരു റൂമിൽ എങ്ങനെ കിടക്കാനാ? ഇപ്പം ഈ റൂം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, വേറെ മാറ്റമില്ല. അല്ല, ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിളിച്ചോടിയതാ. ഇവിടെ ആകെ 2 റൂമേ ഉള്ളൂ. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് വരാനുണ്ട്. ഞാൻ ഈ റൂമിലും അവർ 2 പേരും ആ റൂമിലും. പിന്നെ അവർ 2 പേരും ചെറുതായിട്ട് കപ്പിൾസായിട്ട് വരും. അപ്പോൾ പിന്നെ നിനക്ക് ഇവിടെ കിടക്കാൻ വരുന്ന വൃത്തിയില്ല. എങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ എനിക്ക് അടുത്ത് കിടക്കാൻ പറ്റില്ല. അതെന്താ? ഞാൻ പശുവിൻ്റെ ചാണകം കോരിയിട്ട് വരുമൊന്നുമല്ല. എൻ്റെ അടുത്ത് കിടന്നാൽ ഇപ്പം എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ മാരീഡ് അല്ലല്ലോ, നമ്മൾ വെറുതെ അഭിനയിക്കല്ലേ. അപ്പോൾ ഇങ്ങനെ അടുത്ത് കിടക്കാൻ എനിക്കെന്തോ ബുദ്ധിമുട്ട്. ശരിയാണ്. അപ്പം അടുത്ത് കിടക്കണമെങ്കിൽ ഞാനൊരു താലി അങ്ങ് കഴുത്തി കെട്ടിയാൽ അടുത്ത് കിടക്കാൻ പറ്റുമോ? താനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഡിയർ ലൂണ, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെ എനിക്ക്. ഞാനങ്ങനെ ആരെയും പ്രേമിക്കേണ്ട വെച്ച് നടന്നതാ. പക്ഷെ എന്ത് ചെയ്യാനാ, അന്ന് നീ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്നതിന് മുമ്പേ നിന്നെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കല്യാണ പെണ്ണല്ലാന്ന്. ബോർഡ് നോക്കാൻ മറന്നുപോയത് എൻ്റെ തെറ്റ്. എന്തായാലും അപ്പം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, കൂട്ടിക്കൊണ്ടുവന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ അന്നേരം എന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ താനപ്പോൾ അവിടെ എന്നെ ഇട്ടിട്ട് വരുമായിരുന്നു അല്ലേ? ലുക്ക്, ഞാനേ ഇതുവരെ പെണ്ണിനെ കടത്തിയിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. പിന്നെ കടത്തിയത് എന്തുകൊണ്ടാണ്? എനിക്കിഷ്ടമായതുകൊണ്ട്. കേസ് എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ലെങ്കിൽ നീ അവിടെ തന്നെ ഇരിക്കും, വല്ലവന്മാരുടെയും ഭാര്യയായിട്ട് അവിടെ ഇരിക്കും. അത്രേ നടക്കത്തുള്ളൂ. പിന്നെ അല്ല, എനിക്ക് അതിന് പ്രത്യേകിച്ച് വലിയ കഴിവോ അല്ലെങ്കിൽ രസമോ എനിക്ക് തോന്നിട്ടില്ല. തനിക്കിപ്പോൾ എന്നോട് ഇഷ്ടം തോന്നാൻ മാത്രം. അതെനിക്ക് തോന്നാറില്ല. ഞാൻ സുന്ദരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ സംഭവമൊന്നും. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് പറയും. അപ്പം അതുപോലെ നിനക്ക് തോന്നിയിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, അപ്പോൾ ഇയാൾ മുമ്പ് പ്രേമിച്ചിട്ടില്ലായിരുന്നു? എൻ്റെ പൊന്നുലൂണ, ഈ പെണ്ണുങ്ങളുടെ മുഖത്തോ കിട്ടി ഇതുവരെയായിട്ട് എനിക്കൊരു ഫീലിങ്സ് എന്ന് പറഞ്ഞ സാധനം തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഗേ ആയിരിക്കുന്നു. പക്ഷെ ഞാൻ ഗേയും അല്ല. അപ്പോൾ എനിക്ക് തോന്നും, ഞാൻ എന്തൊരു വികാരമില്ലാത്ത ജീവിയാണെന്ന്. പക്ഷെ അന്ന് ഞാൻ ബിരിയാണി വെക്കുമ്പോൾ ഒന്ന് എൻ്റെ കണ്ണ് തെറ്റി നോക്കിപ്പോയത് നിൻ്റെ മുഖത്താണ്. ആ മുഖം ആ ഒരു ജസ്റ്റ് സെക്കൻഡ് കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, ഉള്ളിലൊരു മിന്നൽ പോലെ
ആ അത് എന്നേക്കുമായിട്ടുണ്ടാവുന്ന എൻ്റെ ഒരു പ്രതീക്ഷ. നീ കൂടെ മനസ്സ് വെച്ചാൽ അതുണ്ടാകും. അത് ശരിയാ. താൻ ഈ പറഞ്ഞ മിന്നലെ എനിക്ക് അടിച്ചിട്ടില്ല. എനിക്ക് അടിച്ചായിരുന്നെങ്കിൽ ഞാനൊരു കൈ നോക്കായിരുന്നു. പക്ഷെ അടിച്ചിട്ടില്ല. അതുകൊണ്ട് താനിപ്പോൾ ഈ ടോപ്പിക്ക് വിടും. ഞാൻ വിടത്തില്ല. ഞാൻ എന്തായാലും കുറച്ച് കൂടാം. അതെന്തായാലും നീ സഹിച്ചേ പറ്റൂ. നിനക്കിവിടെ കയറി കിടക്കാൻ ഞാനൊരിടം തന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വൈഫായിട്ട് മാത്രം. അല്ലാണ്ട് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ അങ്ങനെ കയറി കിടത്തത്തില്ല. പിന്നെ അവിടുന്ന് ഞാൻ ഈ ഡയലോഗ് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ വരില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്തായാലും നിന്നെ ഞാൻ കെട്ടുമെന്ന് പറഞ്ഞാൽ വെറും വാക്കല്ല, കെട്ടിയിരിക്കും. ക്രിസ്റ്റി, ശരിക്കും ഞാൻ ഓക്കെ അല്ല. അതിൻ്റെ കൂടെ നീ എനിക്കൊരു ഓവർ പ്രഷർ തരുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നു. എനിക്കറിയാം ഞാൻ റൂഡായി വരുന്നുണ്ടെന്ന്. ബട്ട് ഞാൻ ഇതുവരെ പ്രണയിച്ചിട്ടില്ല. സോ എൻ്റെ ലവ് ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്ത് തന്നെയായാലും ഞാൻ മറ്റുള്ള പയ്യന്മാരെ പോലെ യൂസാക്കി കളയുന്നതൊന്നുമല്ല. ഒന്നാണെങ്കിൽ ഒന്ന്, അത് രണ്ടാണത്. ആ ഒന്നെന്ന് പറഞ്ഞ വ്യക്തി എന്നെ ഇട്ടിട്ട് പോയാൽ മാത്രമേ രണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിനി നടക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് തോന്നണ്ടേ? ഇപ്പം നിനക്ക് തോന്നാത്തത് എനിക്ക് മനസ്സിലാവും. സോ ഞാൻ അങ്ങനെ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ലവ് മീ ബാക്ക്. ഐ വിൽ ഓൾവേസ് ആസ് യുവർ ഷാഡോ. എന്താ ഇത്? ഒരു ദിവസം കൊണ്ടോ? ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? അവനൊരു പക്ഷേ നല്ലപോലെ ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ കാര്യം നോക്കണ്ടേ? എനിക്കിഷ്ടം വേണ്ടേ? അല്ലെങ്കിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ആക്ടല്ലേ? ഇവൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോണേ? വെറുതെ മനുഷ്യൻ്റെ സമാധാനങ്ങളെ. ഡാം, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? എന്തു പറ്റി? ഓ, അവളെ കൊണ്ടെന്നല്ലേ? ആ കൊച്ചിനെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി കളഞ്ഞാലോ എന്നാലോചിക്കുക. അവൾ കുറച്ച് സമാധാനം കിട്ടാനായിരിക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എൻ്റെ കൂടെ പോകുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പറയുന്ന പല കാര്യം അവൾക്ക് പ്രഷറായിട്ട് തോന്നുന്നു. എന്നോട് പറഞ്ഞു ലൈക്ക് ഓൾറെഡി ഓക്കെ അല്ല, അതിൻ്റെ കൂടെ നീ കൂടെ പ്രഷർ തരല്ലേന്ന്. എൻ്റെ കൂടെ അവൾക്കൊന്നുമില്ല. പിന്നെ ഒരു ദിവസം അങ്ങനെ ഒരാൾക്ക് തോന്നാൻ ഞാൻ അത്ര കൺവിൻസ് ചെയ്യാൻ തോന്നിയാൽ നോക്കിയാലോ അതൊന്നും ഒരിക്കലും നടക്കത്തുമില്ല. കൊണ്ടു കളയുന്നല്ല നല്ലത്. കൊണ്ട് കളയേ? എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇത് ഓരോന്നെടുത്ത് തലയിൽ വെച്ചിട്ട് ലാസ്റ്റ് കിടന്ന് പറയാ കളയട്ടെ കളയട്ടെ. എടാ, നീ കൊണ്ടുപോയി കളഞ്ഞ ആ കൊച്ചിനെ അവിടെ ആരെങ്കിലും നോക്കും, നിനക്ക് ഉറപ്പുണ്ടോ? കല്യാണം കഴിച്ചെന്നെന്തോ പറഞ്ഞെന്ന് ആ കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ നോക്കാൻ വരും ഇടയ്ക്ക്, മേ ബി അവളുടെ പാരൻസ്. അപ്പം നിങ്ങൾ മാരീഡ് കപ്പിൾസിനെ പോലെ ഉണ്ടാവേണ്ടി വരും. ഇത് പറയാനാ ഞാനിപ്പോൾ നിൻ്റെ റൂമിലോട്ട് വരാൻ നിൽക്കുക. അപ്പം അവിടെ ഇരുന്ന് മോങ്ങുക. എടാ, എന്നൊക്കെ പറഞ്ഞാലും ആ കൊച്ച് കുറച്ച് ടൈം എടുക്കും. നിന്നെപ്പോലെ സ്പോട്ടിന് അട്രാക്ഷൻ വരത്തില്ലായിരിക്കും. നിനക്ക് തന്നെ അട്രാക്ഷൻ വന്നത് എപ്പോഴാണ്? ജീവിതത്തിൽ ആദ്യമായിട്ട്, ഫസ്റ്റ് ടൈം. ഇപ്പം ആ കൊച്ചിന് മുമ്പൊക്കെ പ്രണയം ഉണ്ടാവും. സോ അതൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്. മേ ബി അവൾ നിൻ്റെ കൂടെ തന്നെ ആയിരിക്കും സേഫ്. അപ്പം നീ ഇപ്പോൾ അവളെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കയ്യിലെത്തിപ്പെട്ടാൽ ഒരുപക്ഷെ അവിടെ നിന്ന് അവൾ ഒരുപാട് നരകിക്കേണ്ടി വരും. അതുകൊണ്ട് നീ ആ കൊച്ചിനൊന്ന് സേഫായിട്ട് നോക്കുക. ഇഷ്ടമല്ലെങ്കിലും എന്താ, അതൊരു പെങ്കൊച്ചല്ലേ, നോക്കാലോ. മേ ബി ഇതെൻ്റെ ഫസ്റ്റ് ടൈം വേണ്ടായിരിക്കാം. കമ്മിറ്റഡ് അല്ലാണ്ട് പോലും എനിക്ക് ഈ കാര്യം ഭയങ്കര ഹേർട്ടാവുന്നു. ഇനിയിപ്പം ഞാനെന്ത് ചെയ്യാനാ? ഈ തടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. എനിക്കെല്ലാം ഉള്ളിൽ വെക്കാനല്ലേ പറ്റൂ. അവിടെ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. എല്ലാവരുടെ ജീവിതത്തിലും ഒരു പാസ്റ്റ് ഉണ്ടാവും. ഞാൻ മാത്രമാണല്ലോ പപ്പയുടെ പ്രൊഫഷൻ. അതും നോക്കി അതിനെയും പ്രണയിച്ച് ഇങ്ങനെ പോയത്. ആദ്യം ആ കൊച്ചിന് കുറച്ച് ടൈം കൊടുക്കാൻ വേണ്ടത്. ഇത്ര പെട്ടെന്ന് ആ കൊച്ച് അങ്ങനെയല്ല ആക്സെപ്റ്റ് ചെയ്യും. ഓൾറെഡി അത് തകർന്നിട്ടല്ലേ ഇരിക്കുന്നേ. അപ്പം നീ കൂടെ ഇങ്ങനെ പ്രഷർ കൊടുക്കണ്ട. അതിൻ്റെ പാസ്റ്റ് എന്താണെന്നെങ്കിലും നീ അറിയാൻ നോക്കും. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുമല്ലോ. നിങ്ങളോട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്നെ ഇവിടെ നിങ്ങൾ സുരക്ഷിതമായിട്ട് എത്തിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ സേഫായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഉള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ പ്രണയിക്കാനോ അല്ലെങ്കിൽ ആരുടെ കൂടെ ജീവിക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് വലിയ പാസ്റ്റൊന്നുമില്ല. പക്ഷേ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ഈ കല്യാണത്തിന് വേണ്ടി എനിക്ക് അയാളെ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് ഞാൻ അയാളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. അയാളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനെങ്ങനെ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാം? എൻ്റെ കല്യാണം നടക്കുന്നു ഇന്നാണ് ഞാൻ അറിഞ്ഞപ്പോൾ എന്നെ കാണിക്കാനാണോ അതോ ഉള്ളതാണോന്ന് അറിയത്തില്ല. വേറൊരു പെണ്ണിൻ്റെ കൂടെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇടുന്ന ഞാൻ കണ്ടു. നിങ്ങൾക്കറിയാലോ,
നമ്മുടെ പാർട്ട്ണർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും അടുക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അത് ഹേർട്ടാവും. സോ ഞാൻ അതിൻ്റെ മൂഡ് ഓഫിലിരിക്കുക. അത് മാത്രമേ എനിക്കുള്ള പ്രശ്നം. അത് റിയലാണോ ഫേക്കാണോ അത് എന്നെ കാണിക്കാനോ ഒന്നും അറിയത്തില്ല. നിനക്ക് ഇത്ര പെട്ടെന്ന് മാറാൻ കഴിയെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് മാറിക്കൂടാ എന്നുള്ള ഭാവമാണോ എന്ന് അറിയത്തില്ല. എന്താണേലും എനിക്കത് നല്ലപോലെ ഹേർട്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറഞ്ഞതൊക്കെ ശരിയാ. അപ്പോൾ ഒരിക്കലും നമുക്കൊരാൾ പ്രപ്പോസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു മാരേജ് ഡ്രാമ ഉണ്ടായത് തന്നെ അവനെ നിന്റെ ലൈഫിൽ നിന്ന് കളയാൻ വേണ്ടിയാണെങ്കിലോ? ദൈവം ഒന്നും കാണാണ്ടൊന്നും ചെയ്യില്ലല്ലോ. എല്ലാം മുൻകൂട്ടി അറിയാം. നിന്റെ ലൈഫ് പോകുന്ന റൂട്ട് ശരിയില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി മാരേജ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നു. ഇനി നിന്നെ കാണിക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ഒരു സ്റ്റോറിയോ പോസ്റ്റോ എന്തെങ്കിലും ഇട്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നീ അവൻ്റെ കൂടെ പൊക്കോ. ഞങ്ങൾ 3 പേരും സമ്മതം തരും. ബട്ട് അതിന് മുന്നേ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നീ നല്ലപോലെ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണെങ്കിലും കുറേ കാലം പ്രണയിച്ചു. ഒരു പക്ഷേ നിനക്ക് അവനെ ന്യായീകരിക്കാൻ കാണും. പക്ഷേ ഒരാളെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് മാത്രം ജീവിതത്തിൽ കൈപിടിച്ച് കയറ്റണം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വലിയ ഭാരമായിട്ട് ഫീലാവും. സോ അവൻ നല്ലതാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളോട് പറയും. അവൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് നിന്നെ ഏൽപ്പിക്കാം. ഞങ്ങൾ 3 പേരും ഉണ്ടാവും. എനിക്ക് ഇന്ന് തന്നെ അവൻ്റെ ഡീറ്റെയിൽസ് വേണം. ഞാൻ തന്നെ പോയി നോക്കാം. പിന്നെ ഞാനുള്ളതുള്ളതുപോലെ പറയും. ഞാൻ ആരോടും കള്ളത്തരം പറഞ്ഞിട്ടൊന്നുമില്ല. ചീത്തയാണെങ്കിൽ ചീത്തയെന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. എനിക്ക് നിനക്ക് അവൻ ബെസ്റ്റാന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അവനിക്ക് നിന്നെ വിട്ടുകൊടുക്കൂ. എന്നെയും കാട്ടി ബെസ്റ്റാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് എവിടെയും പോവില്ല കേട്ടോ. നീ ഇവിടെ തന്നെ ഇരിക്കണം എൻ്റെ വൈഫായിട്ട്. അവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അബി, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവനെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ? അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, അവൻ വരും. ഇനി ഏതെങ്കിലും ഫംഗ്ഷന് പരിപാടി വന്നിട്ടുണ്ടെങ്കിലോ? ഞാൻ കാരണമാണോ? അല്ല, മണി 1. നിങ്ങൾ ഉറങ്ങിയില്ലേ? 1 മണിക്കാണ് ഒരു വീട്ടിൽ കയറി വരേണ്ടത്. എന്ത് തന്നെയാലും നിങ്ങൾക്ക് അങ്ങനെ ലേറ്റ് ആവുമെങ്കിൽ വിളിച്ച് പറഞ്ഞോളൂ. എൻ്റെ കയ്യിൽ ഫോണില്ലേ? ഇതേ കോഴി, നീ ലൊക്കേഷൻ നോക്കി നോക്കുക. എൻ്റെ ഫോൺ എവിടെയാണ്? ഇതേ ഫോൺ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. എനിക്കെടുക്കാൻ മറന്നുപോയത്. പിന്നെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. ടൈം പോയത് അറിഞ്ഞില്ല. 12:30 ആയപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും സമയമായെന്ന്. പിന്നെ ഇങ്ങോട്ട് വരണ്ടേ? 1/2 മണിക്കൂർ എടുത്തു. ഇതേ കൃത്യം 1 മണിക്ക് ഇവിടെ എത്തി. ഇനി മേലെ ഫോൺ എടുക്കാൻ മറന്നു പോകരുത്. എടാ വാ, നമുക്ക് പോകാം. ക്രിസ്റ്റി, എന്നോട് ദേഷ്യമായതുകൊണ്ടാണോ ഒന്നും മിണ്ടാത്തേ? നീ എങ്ങനെയാണോ എന്നെ ഇഷ്ടപ്പെട്ടത് അതുപോലെ എനിക്ക് അവനെ ഇഷ്ടം. സോ അതൊന്നും ഓർത്തെങ്കിലും എൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൂടെ? പക്ഷേ എനിക്കിനി അയാളുടെ കൂടെ ജീവിക്കാനോ പ്രണയിക്കാനോ പറ്റില്ല. അന്നത്തോടെ എല്ലാം കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം ഞാൻ ഇത്രയൊക്കെ വേദന അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തുള്ളി പോലും അങ്ങേക്കില്ലല്ലോ. ഉണ്ടെങ്കിൽ എന്നെ കാണിക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് പെട്ടെന്ന് ഹേർട്ടാവും എന്നൊക്കെ അങ്ങേക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഇത് മനഃപൂർവ്വമല്ലേ? വരവ് എന്താണല്ലോ അങ്ങേരായിട്ടുള്ള ഒന്നും എനിക്കിനില്ല. പക്ഷെ എനിക്കറിയില്ല, ഒന്നും എന്ത് പറയണമെന്നറിയില്ല. ശരി, എന്നാ ഞാൻ പോട്ടെ. ക്രിസ്റ്റി, നീ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിവിടെ നല്ലൊരു പ്ലേസ് തന്നത് നീയാ. അപ്പം നീ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന എങ്ങനെയാ? ഒരു ചെറിയ റിജക്ഷൻ്റെ പേരിൽ പ്ലീസ് മിണ്ടാണ്ടിരിക്കല്ലേ? This is my first rejection. Also last rejection.
നീ പോയി കിടന്നുറങ്ങ. ശരി. പേടിക്കണ്ട, ഞാൻ ഹാളിൽ കിടന്നോളാം. നീ എൻ്റെ റൂമിൽ കിടന്നു. എനിക്കൊരു പരാതിയുമില്ല. ഒരു അന്യ സ്ത്രീയുടെ കൂടെ കിടക്കുന്നത് ശരിയല്ലല്ലോ. മോള് പോയി കിടന്നു. ചേട്ടനെ ഇവിടെ കിടന്നോളാം. ആക്ച്വലി ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല. സോ എനിക്ക് ഒറ്റയ്ക്ക് കിടന്നത് പേടിയാണ്. കുഞ്ഞുനാളിലൊരു ചെറിയൊരു അനുഭവമുണ്ട്. അതൊരു ട്രോമ പോലെ മനസ്സിലുണ്ട്. അപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല. അന്നയാ എന്നും കൂടെ കിടക്കാറ്. ഓ, അപ്പോൾ ഇന്നലെ ഇത്ര വലിയ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഡയലോഗ് അടിച്ചേ? താൻ എന്താ കുത്തി കുത്തി ചോദിക്കുന്നേ? ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ, ആദ്യമായിട്ടായതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് നല്ലപോലെ പേടിയാണ്. എനിക്കൊരു ട്രോമയാണ് അതെൻ്റെ മനസ്സിൽ. അതെന്തോന്നും മനസ്സിലാക്കാത്തേ? ഒരിക്കലും കുഞ്ഞുനാളിൽ ഒറ്റയ്ക്ക് കിടന്നതാ. അപ്പോൾ എനിക്കൊരുമാതിരി എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല. താൻ വരുന്നില്ലെങ്കിൽ ഞാൻ കിടന്നോളാം. പക്ഷെ നാളെ തൊട്ട് എനിക്ക് ആരെങ്കിലും ഒന്ന് ഏർപ്പാടാക്കി തരണം. ലൈക്ക് ഏതെങ്കിലും ചേച്ചിമാരെയോ അമ്മമാരെയോ ആരെങ്കിലും. ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ? എന്നെ ഫസ്റ്റ് ടൈം അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തുനിന്ന് മാറ്റി കിടത്തി. അന്ന് വീട്ടിൽ കുറേ പേരുണ്ടായിരുന്നു. അന്ന് രാത്രിയാണെങ്കിൽ അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സും, അതിലൊരാൾ ഒന്നും ഉണ്ടായില്ല. പക്ഷേ പേടിയാ, പിന്നെ തൊട്ട് പേടിയാ. അന്ന് ശബ്ദം പോലും പുറത്ത് വന്നില്ലായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കരഞ്ഞു, കൊച്ചത്തി കരഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു. ഭാഗ്യത്തിന് എൻ്റെ ശരീരത്തൊന്ന് തൊടാൻ പോലും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. അങ്ങേരുടെ നോട്ടത്തിലൊക്കെ പേടിച്ചപ്പോൾ ഇന്ന് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാ. അതുകൊണ്ട് ഞാൻ വരാം. അതെ, താനും ബെഡിൽ കിടന്നു. എനിക്കൊരു കുഴപ്പമില്ല. നീ എന്നെ വിളിച്ചിവിടെ വരുത്തിയത്. ഞാനൊരു കാര്യം പറയട്ടെ. നിന്നെ കാണുമ്പോൾ എൻ്റെ മോഡ് മാറുന്നു. ഇനി നിൻ്റെ എക്സിനോ വീട്ടുകാരിക്കോ എനിക്ക് നിന്നെ കൊടുക്കാൻ തോന്നില്ല. ഞാൻ എന്താ വേണ്ടേ? എനിക്ക് ഉറക്കം വരുന്നു. നീ തന്നെ പറ, എനിക്കെന്ത് കുറവാണുള്ളത്? ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കില്ലേ? കണ്ടവന്മാരുടെ കൂട്ടിലൊന്നും പോയി ചാടി കൊടുക്കാതെ ഞാൻ നോക്കാടി. പൊന്നു പോലെ നോക്കാം. പൊന്നു മീൻസ് ഈ അലമാരയിട്ട് സൂക്ഷിക്കാം എന്നല്ല, എൻ്റെ ഹൃദയത്തിലിട്ട് സൂക്ഷിക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉള്ളിങ്ങന്ന് എന്തോ ഒന്നും നിറഞ്ഞത് നിന്നെ കണ്ടപ്പോഴാണ്. അപ്പോൾ നീ അങ്ങനെ എന്നെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ പിന്നെന്താ ചെയ്യണ്ടേ? ഞാനിപ്പം എന്താ ചെയ്തു പോകും. അങ്ങനെയാ നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് എൻ്റെ കൺട്രോൾ പോകുന്നു. എനിക്കറിയാം, പക്ഷെ ഇപ്പം എനിക്ക് എന്തോ. ഐ ലവ് യു ലൂണ. എനിക്ക് തന്നെ വേണം. പ്ലീസ് പ്ലീസ് ആക്സെപ്റ്റ് മീ. ഐ ലവ് യു. ലിസ്റ്റ് ഇതാ. ലിസ്റ്റോ? നല്ല മൂടായി വന്നതായിരുന്നു. എന്താ അത്? എന്തോരം പെമ്പിള്ളേരായിട്ട് കണക്ഷൻ ഉണ്ട്. ആരുടെയൊക്കെ കൂടെ ചേട്ട്. ഇന്ന് ഇൻസ്റ്റയിലിട്ട സ്റ്റോറി ഒരു പെണ്ണുണ്ട്. ആരാണ്, എന്താണ് പറയ? അത് വേണോ? നമുക്ക് കിസ് ചെയ്താൽ പോരെ? പറ്റില്ല. ഓരോന്നോരോന്നിട്ട് എണ്ണി പറ. A to Z. പിന്നെ എത്ര അവളന്മാരുടെ നമ്പറുണ്ട് ഫോണിൽ? ഇൻസ്റ്റ പാസ്വേഡ് ചോദിക്കുന്നൊന്നും ശരിയല്ല. പക്ഷെ എന്താ പറയാ, തരുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ തരാം. വാ പോവാം. എവിടെ? എനിക്ക് എൻ്റെ പാരൻസിനടുത്ത് പോകണം. എന്നെ അങ്ങോട്ട് ആക്കി തന്നെ നിങ്ങൾക്ക് വഴിയല്ലേ. ഇതേ പെണ്ണെ, ഗേൾസ് ഫ്രണ്ട്സ് എന്ന് പറയാൻ ആകെ കൂടെ പഠിച്ചവരേ ഉള്ളൂ, അല്ലാതെ ആരുമില്ല വേറെ രീതിക്ക്. നിനക്ക് പാസ്വേഡ് വേണോ, വാട്സപ്പ് വേണോ, ലോക്ക് അറിയണോ, എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പം വിശ്വസിക്കാം, ഒന്നുമില്ല. ആ എന്നാലും
എന്തായാലും എനിക്ക് വേണം. എനിക്ക് ഇൻ കേസ് നിങ്ങൾ എനിക്ക് റിപ്ലൈ ഒക്കെ തരാൻ വയ്യ, എനിക്ക് സ്വയം റിപ്ലൈ ഇട്ട് സമാധാനിക്കാമല്ലോ. അതല്ലെങ്കിൽ തന്നെ എന്നെ കൺവെട്ടത്തന്നെ നിന്നാൽ മതി. ദൂരെ എങ്ങും പോകണ്ട. ബിരിയാണി വെക്കാനാണെങ്കിൽ എന്നെ കൊണ്ടുപോകണം. ഇനി അവിടെ നിന്ന് എങ്ങനെ വേറെ അവളന്മാരെ കണ്ടിട്ട് തോന്നിയാലോ ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ? മണവാട്ടിയായാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, കൊണ്ടുവരുമല്ലോ. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ ഭൂലോക കോഴിയാണെന്ന്. കോഴിയാണോ അല്ലെന്നൊക്കെ നമുക്ക് വഴിയെ അറിയാം. ആദ്യം ഞാൻ പറഞ്ഞു നോക്കി എനിക്ക് അങ്ങ് താ. പിന്നെ ഞാൻ ടോക്സിക് ആണെന്ന് വിചാരിച്ചൊന്നും വേണ്ട. ഞാൻ ടോക്സിക് ഒന്നുമല്ല, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ആയെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. നിങ്ങളോട് പറഞ്ഞോ ഞാൻ എടുത്ത് എൻ്റെ തലയിൽ വെക്കാൻ? എന്നെ സ്നേഹിക്കാൻ ഞാൻ പറഞ്ഞു? എന്നെ ഇങ്ങനെ വൈകി നടക്കാൻ പറഞ്ഞു? എന്നെ കിസ് ചെയ്യാൻ പറഞ്ഞു? എൻ്റെ കൂടെ കിടക്കാൻ ഞാൻ പറഞ്ഞു? ബാക്കിയൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. സഹിച്ചോ, വേറെ നിവർത്തിയില്ല. ഞാനിപ്പം വരാം. എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട്. കേട്ടാ, ഇവിടെ ഇരിക്കട്ടാ. ചേടാ, എടി ആൺകൊച്ചാ, വേറെ ആരുമല്ല ഇത്, ആൺകൊച്ചാ. ആൺകൊച്ചാണോ പെൺകൊച്ചാണോ എനിക്കറിയേണ്ട ആവശ്യമില്ല. എൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കണം. അല്ലാണ്ട് കൂടെ വന്ന് പോകണം അതാണ് ഇതാണെന്നൊന്നും പറയരുത്. ഇങ്ങനെ പോയി വലുതാ നിങ്ങൾ വലിയ ബിസി ആയി പോവല്ലോ. അല്ല വലുതാരല്ല, കുറച്ച് കഴിഞ്ഞാൽ. എന്നാ ഒരു കിസ്. നിന്റെ മറ്റവനോട് പോയി ചോദിക്കും കിസ്. ഞാൻ ഗേ അല്ല. ഇനിയിപ്പോൾ നിനക്ക് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. നീ എന്നോട് മിണ്ടണ്ട, നമുക്ക് ബ്രേക്കപ്പ് ആവാം. ഐ ഹേറ്റ് യു. പോ, നീ പോ. ഓ അങ്ങനെയാണോ? ബട്ട് ഐ ലവ് യു. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കിഷ്ടമല്ല. അങ്ങനെയാണ്. എന്നാൽ ശരി, നീ കിടന്നോ. ഞാനേ പുറത്ത് പോയിട്ട് വരാം, ഏതെങ്കിലും നല്ല ബാറിൽ. പറ്റില്ല, ഏത് പാതാളത്തിലാണെങ്കിലും ഞാനും കൂടെ വരും. ഇനി നിങ്ങളൊരു ബിരിയാണി വെക്കാൻ പോയിട്ട് വേറെ പെണ്ണിനെ കണ്ടാലോ? എന്താണേലും ഞാനുണ്ടോ? ഞാനില്ലാതെ നിങ്ങൾ എങ്ങോട്ടും പോവില്ല. ഇനി നീ എന്താണേലും കുഴപ്പമില്ല. എൻ്റെ അന്ത്യം വരെ എനിക്ക് വിശ്വസിച്ച് പ്രേമിക്കാൻ പറ്റിയ ഒരാൾ അത് നീ ആയിരിക്കും. നിന്നെ മാത്രമായിരിക്കും. ഇനിയുള്ള എല്ലാ ജേണിയും നമ്മൾ ഒരുമിച്ചായിരിക്കും. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരുമിച്ചായിരിക്കും. എനിക്കത് മാത്രം മതി.